എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഫെനലോപ്സിസ് ഓർക്കിഡ് ഗ്രോയിങ് സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണിത്. അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് കുറേ ഡിലേ ആയി. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ ഡിലേ ആയിരുന്നു വീഡിയോസ് എല്ലാം. അപ്പോൾ ഇന്ന് നമ്മൾ ഫെനലോപ്സിസിൻ്റെ ഓർക്കിഡ് ഗ്രോവിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെ നമ്മൾ വളർത്താം അതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ആ ഒരു 1, 2, 3 എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പ്ലാന്റ്സിൻ്റെ കണ്ടീഷൻ കാണിച്ചു തരാം. പ്ലാന്റ്സും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നന്നായിട്ട് ഇരിപ്പുണ്ട്. ഈ ഒരു വലിയ പ്ലാന്റ്സിന് ചെറിയ ഡ്രൈനെസ് ഉണ്ട്, ഇച്ചിരി വെള്ളം കുറഞ്ഞതുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഡെൻഡ്രോബിയത്തിന് സംഭവിച്ച അതേ പ്രോബ്ലം ഈ പ്ലാന്റ്സിലും വെള്ളം കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ മഴ ആയതുകൊണ്ട് കുഴപ്പമില്ല, എങ്കിലും സാധാരണ ഒരു കിട്ടണിനെ അപേക്ഷിച്ച് ഈ ഫെനലോപ്സിസിന് വെള്ളം കുറഞ്ഞു. അപ്പം നമ്മൾ കറക്റ്റ് വെള്ളം ഒഴിക്കാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഇല്ലായിരുന്നു. അപ്പോഴത്തേക്കും നമ്മളിവിടെ സ്റ്റാഫൊക്കെ ആയിരുന്നു വെള്ളം ഒഴിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അവർക്ക് ആ കെയറിങ് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പ്ലാന്റൊക്കെ ഡ്രൈ ആയി. എങ്കിലും ഫെനലോപ്സിസ് ആയതുകൊണ്ട് വളരെ ഫ്ലഷി ലീഫ് ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല പ്ലാന്റ്സിന്. ഇതിന് രണ്ടിനുമാണ് ചെറിയ ഡ്രൈനെസ് ഉള്ളത്. അത് 2-3 ദിവസം വെള്ളം ഒഴിക്കുമ്പം മേക്കപ്പ് ആവും, കുഴപ്പമൊന്നുമില്ല, റിക്കവറായിട്ട് വരും. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ഈ പ്ലാന്റ്സിൽ കൊടുക്കാൻ പോകുന്ന ഫെർട്ടിലൈസർ എന്താണെന്ന് കാണാം. അതിൽ ഇതിൻ്റെ കെയറിങ് കാണാം. ഒരു മഴയൊക്കെയാണ്, അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫെനലോപ്സിസിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ കാണാം. ഞാൻ നിങ്ങളുടെ സ്വന്തം അശ്മി സുൽത്താന. എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഫെനലോപ്സിസ് പ്ലാന്റ്സിൽ നിങ്ങൾ കൊടുക്കുന്ന കെയറിങ്, അതിൽ ഫെർട്ടിലൈസേഴ്സ്, നിങ്ങൾക്കറിയുന്ന അറിവുകൾ ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുക. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എല്ലാവർക്കും കമൻറ്റ് ഇട്ട് കഴിയുമ്പോൾ തന്നെ കുറേ അറിവുകൾ ഷെയർ ചെയ്യാൻ പറ്റും, എല്ലാവർക്കും കുറേ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. കമൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്കതൊരു സപ്പോർട്ട് കൂടിയായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്കൊരു പ്രചോദനം കിട്ടുന്നത് പുതിയ പുതിയ വീഡിയോസ് ഇടാനായിട്ട്. നിങ്ങളുടെ കമൻറ്റ്സ് കുറയുന്നതനുസരിച്ച് എൻ്റെ വീഡിയോസും ഇങ്ങനെ കുറയും, എനിക്ക് ആ ഒരു എനർജി കിട്ടത്തില്ല വീഡിയോ ഇടാനായിട്ട്. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഈ ഫെനലോപ്സിസ് എല്ലാവർക്കും കൺഫ്യൂഷനുള്ള ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ്. ഈ ഫെനലോപ്സിസ് വളർത്തുമ്പോൾ ശരിയാവോ ഭയങ്കര ഈസിയാണ്. ഇത്ര 1 മാസമായിട്ട് ഈ പ്ലാന്റ്സിൽ ഒരു ഫെർട്ടിലൈസർ കൊടുത്തിട്ടില്ല, വെള്ളം തന്നെ കറക്റ്റ് കൊടുത്തിട്ടില്ല എന്ന് പറയാം. എന്നിട്ട് പ്ലാന്റ്സിൽ ഒരു പ്രശ്നവുമില്ല. ആ ഒരു ഡ്രൈനെസ് 2 ദിവസം വെള്ളം ഒഴിക്കുമ്പം റിക്കവറായി വരികയും ചെയ്യും. അതാണ് ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് ദിവസം നോക്കിയിരുന്ന പ്ലാന്റ് ഡെഡായൊന്നും പോകത്തില്ല. ആ ഒരു കെയറിങ് വീണ്ടും കിട്ടുമ്പോൾ വീണ്ടും ബൂസ്റ്റായിട്ട് വരും പ്ലാന്റ്. അപ്പം ഇന്ന് നമുക്ക് എന്ത് വളം കൊടുക്കാൻ നോക്കാം. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് മഴ സമയമൊക്കെയാണ്, അപ്പോൾ കെമിക്കൽ ഫെർട്ടിലൈസർ വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു പ്ലാന്റിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് ഇപ്പോൾ ഒരു ഡ്രൈനെസ് ആണ് പ്ലാന്റിലുള്ളത്. ഒരുപാട് സ്ട്രെസ്സൊന്നും നമ്മുടെ ഫെനലോപ്സിസിനില്ല, പക്ഷേ റൂട്ട് നമുക്ക് നന്നായിട്ട് പ്ലാന്റിൽ വരാനുണ്ട്. കാരണം പല പ്ലാന്റ്സിലും ലീഫ് 2-3 പ്ലാന്റ് വലിയ പ്രശ്നമില്ല, ഈ പ്ലാന്റൊക്കെ കുറച്ചും കൂടെ ഗ്രോ ആവണം. അപ്പം ലീഫ് നന്നായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ റൂട്ട് ആദ്യം നന്നാവണം. അപ്പോൾ റൂട്ട് നന്നാവാനായിട്ട് നമുക്ക് നല്ലൊരു റൂട്ടിങ് ഹോർമോൺ ഇന്ന് കൊടുക്കാൻ നമ്മൾ ഡെൻഡ്രോബിയത്തിലൊക്കെ കൊടുത്തിട്ടുള്ളതാണ്. ഹ്യൂമാസിഡ് എന്ന് പറയുന്ന ഒരു ഓർഗാനിക് മാനുവറാണ് നമ്മളിന്ന് കൊടുക്കാനായിട്ട് പോകുന്നത്. ഹ്യൂമാസിഡ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വർഷമൊക്കെ ആണെന്ന് തോന്നുന്നു ചെയ്തത്. അപ്പോൾ ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കാനുണ്ട് റൂട്ട് നന്നാവാൻ എന്താണ് കൊടുക്കുന്നതെന്ന്. അപ്പം ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് ഈ ഹ്യൂമാസിഡ് ഈ പ്ലാന്റ്സിൽ കൊടുക്കാം. മഴയാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ഓർഗാനിക് വളമാണ്. അപ്പോൾ നമുക്ക് മഴയത്തും നമുക്കിത് കൊടുക്കാം, പക്ഷേ രാവിലെ തന്നെ കൊടുക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹ്യൂമാസിഡാണിത്. ഇത് ഗ്രോവിങ്ങിനും അതുപോലെ ഫ്ലവറിങ്ങിനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് റൂട്ട് കൂടുതലുണ്ടാവാനുള്ള ഒരു ഹ്യൂമിക് ആസിഡ് ചേർന്ന് വരുന്ന ഒരു സംഭവമാണ് ഈ ഒരു വളം. നന്നായിട്ട് നമുക്ക് നനച്ചു കൊടുക്കുക, ഇതൊരു ഇലയൊക്കെ നന്നായിട്ട് നനഞ്ഞ രീതിയിൽ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത്രയും ഡ്രൈനെസ് ഉള്ളതുകൊണ്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ലീഫൊക്കെ നന്നായിട്ട് നനയണം. ഇങ്ങനെ ഈ തളർന്ന് കിടക്കുന്നത് നന്നായിട്ട് 2 ദിവസം അടുപ്പിച്ച് വെള്ളം കിട്ടുമ്പോഴത്തേക്കും നന്നായിട്ട് നമുക്ക് ആ ഒരു പ്ലാന്റ് ഫ്രഷായിട്ടിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മുടെ ഈ ഹ്യൂമാസിഡ് ഞാനൊന്ന് പൊട്ടിച്ച് നമുക്ക് എടുക്കാം. കുറച്ച് ചെറിയൊരു ഹോളിടാം. ഇതിനകത്ത് ചെറിയൊരു ക്യാപ്പുണ്ട് കേട്ടോ, അപ്പോൾ അതും കൂടെ നമുക്ക് എടുക്കണം. ഒരു ബ്ലാക്ക് കളറിൽ ലിക്വിഡാണിത്.
അപ്പോൾ 2 ml ആണ് നമ്മൾ 1 ലിറ്ററിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു 2 ലിറ്റർ എടുക്കുന്നില്ല, നമുക്കിപ്പോൾ 1/2 ലിറ്ററാണ് വെള്ളം വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1 ml മാത്രം മതി. ഇത് ഏകദേശം 1.5 ml ഉണ്ട്. നമുക്ക് കുറച്ച് വേണമെങ്കിൽ തിരിച്ചൊഴിക്കാം കേട്ടോ. ഇത്തിരി കൂടിപ്പോയി നമ്മൾ ഒഴിച്ചപ്പോൾ. അപ്പോൾ ഇത് ഏകദേശം 1 ml ഉണ്ട്. ഇനി നമുക്കിത് ബോട്ടിലോട്ട് ഒഴിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് നന്നായിട്ട് ഇതിനെ ഷേക്ക് ചെയ്താൽ അതുപോലെ ബ്ലാക്ക് കളറിലെ നല്ല അടിപൊളി ഫെർട്ടിലൈസറാണ് കേട്ടോ ഇത്. ഇത് ഭയങ്കരമായിട്ട് ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്ലാന്റ് ഫുള്ള് വെള്ളം ഒഴിച്ച് കുറച്ചൊന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ വളം ഇതുപോലെ അടിച്ചു കൊടുക്കാം. നന്നായിട്ട് പ്ലാന്റ്സ് ഒഴിക്കണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒഴിക്കുമ്പോൾ കുറേ നമ്മളതിൽ നിന്ന് വളം നഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് സ്പ്രേ ചെയ്ത് തന്നെ കൊടുക്കാം. റൂട്ടിന് നന്നായിട്ട് വീഴട്ടെ. ആ ഒരു റൂട്ടിൻ്റെ ടിപ്പുകളൊക്കെ പെട്ടെന്ന് നനഞ്ഞു കഴിയുമ്പം അവിടെ വെള്ളം സ്റ്റോർ ചെയ്യുകയും പെട്ടെന്ന് ഇതിനെ ആഗിരണം ചെയ്തെടുക്കാനായിട്ടും പറ്റും. അപ്പോൾ റൂട്ടിൽ നന്നായിട്ട് വീഴുന്ന രീതിയിൽ വേണം ഈ ഒരു ഫെർട്ടിലൈസർ നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ. ലീഫിൽ വീഴാം, പക്ഷേ റൂട്ടിൽ കുറച്ചും കൂടെ എഫക്റ്റ് കൂടുതലായിരിക്കും. നമ്മുടെ ഓർക്കിഡ്സിൻ്റെ റൂട്ടെന്ന് പറയുന്നത് മെലാമൻ റൂട്ട്സാണ്. അപ്പോൾ അത് ആ പുറത്തുനിന്നാണ് അന്തരീക്ഷത്തിൽ നിന്ന് ഈ ജലവും ലവണവും സ്വീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പുറത്ത് നന്നായിട്ട് നമ്മൾ പറ്റിച്ചു കൊടുക്കണം. അപ്പോഴാണ് ആ ഒരു എഫക്റ്റ് കറക്റ്റ് കിട്ടുന്നത്. ഓക്കെ, പ്ലാന്റെല്ലാം നന്നായിട്ട് ആ ഒരു ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ റൂട്ട് പോട്ടി മിക്സിലേക്കൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ, പിന്നെ നമ്മുടെ ഇഷ്ടം. അപ്പോൾ ഇതുപോലെ നമ്മുടെ എല്ലാ പ്ലാന്റ്സിനും ഓർക്കിഡ്സിനും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഓർഗാനിക് മാനുവറാണ് നമ്മളുടെ ഈ ഹ്യൂമാസിഡ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ റിസൾട്ട് അടുത്ത വീക്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. പുതിയ ഒരുപാട് റൂട്ട്സ് വരുന്നതായിട്ട് കാണാൻ പറ്റും. നന്നായിട്ട് റൂട്ട് വരുമ്പോൾ നന്നായിട്ട് പ്ലാന്റ് ലഷായിട്ട് ഗ്രോ ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും അതിരാവിലെ തന്നെ ഈ വളങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. അഥവാ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മഴ സമയമായതുകൊണ്ട് ഒരു 2 മണിക്ക് മുമ്പായിട്ട് ഇതിനെ ഫുള്ള് കവർ ചെയ്ത് മാറ്റണം. അതല്ലെന്നുണ്ടെങ്കിൽ പ്ലാന്റിൽ വെള്ളം നിന്നിട്ട് പിന്നീട് അത് ഇൻഫെക്ഷനായിട്ട് മാറും. മഴ സീസൺ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മഴയാകുമ്പോൾ നമുക്കൊരു പോട്ടി മിക്സിൻ്റെ അതനുസരിച്ചിട്ട് നമുക്കൊരു 1-2 അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഈ പ്ലാന്റിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ആഴ്ച ഒരു ദിവസം മറ്റോ വെള്ളം വീണിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത്രയും ഡ്രൈനെസ് വന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് വീക്കിൽ ഞാൻ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതുപോലെ ഇത്രയൊരു ഡിലേ ഇനിയിപ്പോൾ ഉണ്ടാവത്തില്ല. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഗ്രോ ആയി വരുന്നതൊക്കെ സ്റ്റേജുകളൊക്കെ കാണാനായിട്ട് പറ്റും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.